ഏറെ വൈകാരികമായ ഒരു പ്രതികരണം അത് സ്റ്റാലിന്റെ ഭാഗത്തുണ്ടാകുന്നത്. അദ്ദേഹം പറയുന്നത് DMK-യുടെ സഖ്യത്തിൽ വിജയിച്ചതാണ് കോൺഗ്രസ് MLA-മാർ, പക്ഷെ ഒരു നന്ദി വാക്ക് പറയാൻ പോലും കോൺഗ്രസിന്റെ ആരും ഇവിടേക്ക് എത്തിയില്ല, DMK ആസ്ഥാനത്തേക്ക് എത്തിയില്ല എന്നുള്ള അതിവൈകാരികമായ ഒരു കുറിപ്പ് കൂടി എക്സിൽ സ്റ്റാലിൻ കുറിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇടതു പാർട്ടികൾക്കുള്ള ഒരു അഭിനന്ദനം, അല്ലെങ്കിൽ ഒപ്പം നിന്നതിന് ഒരു അഭിനന്ദനം കൂടി, അല്ലെങ്കിൽ ഒരു നന്ദി പറച്ചിൽ കൂടി സ്റ്റാലിനിൽ നിന്നുണ്ടാകുന്നു. DMK-യുടെ സ്റ്റാലിന്റെ ഒരു കത്തിപ്പോൾ പുറത്തു വരുന്നത് വളരെ വൈകാരികമായ ഒരു കുറിപ്പാണിത്. എന്തിന്റെ പേരിലാണെങ്കിലും ശരി, വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് തമിഴ്നാട് പോകാതിരിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. പരസ്പര ബഹുമാനത്തോടെ സത്യനിഷ്ഠയോടെ പ്രവർത്തിച്ച് സ്ഥിരതയുള്ള ഭരണകൂടത്തിന് സ്വയം വഴിയൊരുക്കാൻ സഖ്യകക്ഷികൾ മുഖേന ആഗ്രഹിച്ചു. തമിഴ്നാട്ടിലെ നിലവിലുള്ള പ്രതിസന്ധി ഒഴിവാക്കാനായി വിജയ് നയിക്കുന്ന ഭരണകൂടത്തെ പിന്തുണയ്ക്കാൻ നിർബന്ധിതമാവുകയും എന്നാൽ DMK നയിക്കുന്ന പുരോഗമന സഖ്യത്തോടൊപ്പം ഈ നിമിഷം വരെയും തുടരുകയും ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും അവരുടെ നേതാക്കളായ കോമ്രേഡ് ഷൺമുഖത്തിനും കോമ്രേഡ് വീരപാണ്ഡ്യനും ഞാൻ ആദരവുകൾ അർപ്പിക്കുന്നു. DMK-യുടെ നയശക്തിയിൽ അവരിപ്പോഴും വിശ്വാസമർപ്പിക്കുന്നു. തമിഴ്നാടിന് വേണ്ടിയും ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടിയും നമുക്ക് ഒരുമിച്ച് പോരാടാമെന്ന് അവർ പ്രഖ്യാപിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ സഖ്യത്തിൽ ഞങ്ങളുടെ കൂടി വോട്ടുകൊണ്ട് ജയിച്ച കോൺഗ്രസ് ഒരു വാക്ക് പോലും പറയാതെ, ഒരു നന്ദി വാക്ക് പോലും കേൾക്കാൻ നിൽക്കാതെ ഒരൊറ്റ പകലുകൊണ്ട് ബന്ധം വിച്ഛേദിച്ചു പോയി കളഞ്ഞു. അത് മറക്കില്ല. പുതിയ സർക്കാരിന് എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. MK സ്റ്റാലിൻ. CPM എന്താ ചെയ്തത് നമ്മൾ കാണുമ്പോൾ നമ്മുടെ നാട്ടിൽ നോക്കുമ്പോൾ ഈ പാർട്ടികളെ കൂടെ പരിഗണിക്കണമല്ലോ. നമ്മൾ ഇവിടെ തോറ്റ് തുന്നമ്പാടി. രാജ്യത്ത് ഒരു സ്ഥലത്ത് അവർക്ക് അധികാരമില്ല. ഇപ്പോൾ അവർക്ക് അധികാരത്തിലേക്ക് വരാനുള്ള ചാൻസ് കിട്ടിയിരിക്കണം. പക്ഷെ അവർ പറഞ്ഞു ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനമൊന്നും വേണ്ട, ഇവിടെ ഇങ്ങനൊരു ലോക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങളെ പുറത്ത് നിന്ന് പിന്തുണക്കാം എന്ന് പറഞ്ഞു. 4 സീറ്റ് ഉണ്ടെന്ന് ഓർക്കണം. ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ 4 സീറ്റ് എന്ന് വെച്ചാൽ 400 സീറ്റിന്റെ പവറുള്ള സീറ്റ് കണക്കാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും വലിയ ഒരു സംസ്ഥാന നിലക്ക് തമിഴ്നാട്ടിൽ ഈ ഒരു ഡെഡ് ലോക്ക് മാറ്റാൻ വേണ്ടിയിട്ട് 4 സീറ്റ് CPI-ക്കും CPM-നും ചേർന്നുള്ള 4 സീറ്റ് എന്ന് വെച്ചാൽ വളരെ വളരെ വാല്യൂബിൾ ആയിട്ടുള്ള മൂല്യവത്തായിട്ടുള്ള സീറ്റുകളാണ്. പക്ഷേ അവർ പറഞ്ഞു ഞങ്ങൾ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വരുന്നത് രാഷ്ട്രീയ തീരുമാനമെടുത്തിട്ടാണ്. അതായത് DMK-യിൽ നിന്ന് ആ മുന്നണി ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് പിന്തുണ തരുന്നത് ഞങ്ങൾ അപ്പുറത്തുള്ള നമ്മുടെ കോമൺ എതിരാളിയെ ഏതെങ്കിലും തരത്തിൽ മുൻതൂക്കം ഉണ്ടാക്കാൻ അനുവദിക്കരുത് രാഷ്ട്രീയമായിട്ട് എന്ന ധാരണയുള്ളത് കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് അവർ വന്നിട്ട് ഞങ്ങൾ പുറത്തുനിന്ന് പിന്തുണച്ചോളാം, നിങ്ങളുടെ സർക്കാരിനെ ഞങ്ങൾ നിലനിർത്തും, പക്ഷേ ഞങ്ങൾക്ക് നിങ്ങളുടെ മന്ത്രിസ്ഥാനമോ പദവിയോ വേണ്ട എന്ന് CPM-ഉം CPI-യും ഇടതു പാർട്ടികൾ പറഞ്ഞിരിക്കുന്നു. പക്ഷേ അതും DMK-യുടെ സമ്മതപ്രകാരം. അപ്പോൾ അവിടെ രാഷ്ട്രീയമായ ഒരു ധാർമ്മികത ഇടതു പാർട്ടികൾ കാണിക്കുമ്പോൾ കോൺഗ്രസ് അങ്ങേയറ്റം അധാർമികമായ നിലപാട് സ്വീകരിച്ചു. അതുകൊണ്ടല്ലേ ഈ DMK-ക്ക് ഒരു കത്തെഴുതിയിട്ട് കനിമൊഴിക്ക് കൊടുക്കേണ്ടി വന്നത് അങ്ങോട്ടേക്ക്. അതായത് ഞങ്ങളെ ഇന്ത്യ മുന്നണിയിൽ നിന്ന് മാറ്റിയേക്കോ. അത് അങ്ങനെ തന്നെ കത്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത് ഞങ്ങളുടെ കോളിയേഷൻ, ഞങ്ങളുടെ ഒന്നിച്ച് പെൻഡ് ചെയ്തിരിക്കുന്നു, ഇതൊരു കൺക്ലൂഷനിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് മാറിയ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് ഞങ്ങൾക്ക് മറ്റൊരു ബ്ലോക്കായിട്ട് നിൽക്കാൻ അനുവാദം തരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കാണുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ ദീർഘകാലത്തെ രാഷ്ട്രീയ ധാർമ്മികമായിട്ടുള്ള ചരിത്രമുള്ള ഇത്രയും കാലം നിൽക്കുന്ന ഈ BJP സർക്കാരിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും ഉത്തരവാദിത്തമുള്ള പാർട്ടി എന്ന് വിചാരിക്കുന്ന കോൺഗ്രസിനെ അടുത്ത തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഒരുപക്ഷേ BJP സർക്കാരിനെ മറിച്ചിട്ടൊക്കെ വരും എന്ന് അവർ വിചാരിക്കുന്ന ഈ മുന്നണിക്കാകെ, ഇന്ത്യ മുന്നണി എന്നൊക്കെ പറയുന്ന മുന്നണിക്ക് ആകപ്പാടെ നേതൃത്വം കൊടുക്കുന്നത് നമ്മൾ കരുതുന്ന ഒരുപാട് നേതാക്കളുള്ള രാഹുൽ ഗാന്ധിയെ പോലെ രാജ്യമാസകരം വലിയ സന്തോഷത്തോടെയും മറ്റുമൊക്കെ കാണുന്ന ഒരു നേതാവിന്റെ നേതൃത്വത്തിലുള്ള ഈ പാർട്ടി അങ്ങേയറ്റം ശരിയല്ലാത്ത നിലപാട് സ്വീകരിക്കുന്നു എന്നല്ലേ നമ്മൾ കാണുന്നത്. ഇത് DMK-യോട് ഒന്ന് സ്റ്റാലിനോട് ഒരു ചർച്ച നടത്തിയതിനു ശേഷം ഇങ്ങനൊരു പ്രശ്നം നമുക്കുണ്ട്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം, നമുക്ക് പിരിയാം, നമ്മുടെ ഭാവി നാടിന്റെ ഭാവിക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഔചിത്യത്തോടു കൂടി തീരുമാനം എടുക്കുന്നതിന് പകരം കോൺഗ്രസ് അധാർമികമായുള്ള ഒരു നിലത്തേക്ക് അധപ്പതിച്ചിരിക്കുന്നതായിട്ട് നമ്മൾ അവിടെ നിന്ന് കാണുന്നു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ പോലും, കോൺഗ്രസിനോട് സ്നേഹമുള്ള ആളുകൾ പോലും നമ്മളെ പരിഹസിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അവിടെ അതാണ് കാണുന്നത്.